നമസ്കാരം. ദ ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടാരോ കാർഡുകൾ എന്താണ് എന്നും അതിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ചാണ്. ടാരോ കാർഡ് എന്നത് വെസ്റ്റേൺ ആസ്ട്രോളജി, പാശ്ചാത്യ ജ്യോതിഷമാണ് ടാരോ കാർഡിൽ കൂടി നമ്മൾ വായിക്കുന്നത്. ടാരോ കാർഡിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഉത്ഭവത്തിന് എഴുതിവെച്ച രേഖകൾ ലഭ്യമല്ല. എന്നാൽ ഈജിപ്തിൽ 9000 BC ടാരോ കാർഡ് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. ജിപ്സികളാണ് ഇത് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചതായി പറയപ്പെടുന്നത്. പക്ഷെ രേഖകളിലൊന്നും എഴുതി വെച്ചിട്ടുള്ളതായി ഇല്ല. 15ാം നൂറ്റാണ്ടിൽ തുടങ്ങിയുള്ള ടാരോന്റെ ചരിത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുന്നുള്ളൂ. ഇറ്റലിയിൽ 15ാം നൂറ്റാണ്ടിൽ ടാരോച്ചി എന്ന കളിക്ക് കാർഡുകൾ ഉപയോഗിച്ചിരുന്നതായി പറയുന്നുണ്ട്. 18ാം നൂറ്റാണ്ടിൽ A.E. വൈറ്റും പമീല കോൾമാൻസും ടാരോട്ടിന്റെ ഇപ്പോഴത്തെ രൂപത്തിന് രൂപകൽപ്പന ചെയ്തത്. ടാരോ കാർഡുകൾ 78 കാർഡുകളുടെ ഡെക്കുകളാണ് ഉള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതയാത്രയാണ് ഈ ടാരോ കാർഡുകൾ പ്രതിനിധാനം ചെയ്യുന്നത്. ടാരോ കാർഡുകൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലുള്ള പിക്ചറുകൾ, കീവേഡ്സ്, കളർ, ന്യൂമറോളജി കൂടാതെ റീഡറിന്റെ ഇൻറ്റ്യൂഷൻ പവറും കൂടി യൂസ് ചെയ്താണ് ഓരോ കാർഡും ഓരോ വ്യക്തിയുടെ സന്ദർഭവുമായി പറയുവാൻ സാധിക്കുന്നത്. ടാരോ കാർഡുകളുടെ 78 ഡെക്കുകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. മേജർ ആർക്കാന ആൻഡ് മൈനർ ആർക്കാന കാർഡ് എന്നാണ് രണ്ട് ഡെക്കുകളും തിരിച്ചിരിക്കുന്നത്. 0 മുതൽ 22 വരെ കാർഡുകൾ മേജർ ആർക്കാനയായും ബാക്കി 56 കാർഡുകൾ മൈനർ ആർക്കാനയായുമാണ് തിരിച്ചിരിക്കുന്നത്. മേജർ ആർക്കാന കാർഡുകൾ ജീവിത സംഭവങ്ങളെയും ആത്മീയ പാഠങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മൈനർ ആർക്കാനയിലെ 56 കാർഡുകൾ ഇത് 4 സ്യൂട്ടുകളായാണ് തിരിച്ചിരിക്കുന്നത്. അതിനെ സോഡ്, വാണ്ട്, കപ്പ്, പെന്റക്കിൾ എന്നായി 4 ആയി തിരിച്ചിരിക്കുന്നു. ഇത് 4 തത്വങ്ങളെ, എലിമെന്റ്സിനെ പ്രതിനിധീകരിക്കുന്നതാണ്. വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണ് 4 തത്വങ്ങൾ. എയർ, ഫയർ, വാട്ടർ, എർത്ത്. മൈനർ ആർക്കാന കാർഡുകൾ ദൈനംദിന സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും വികാരം, ബന്ധങ്ങൾ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ കാർഡുകളും ഓരോ സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് ചോദ്യങ്ങൾ അനുസരിച്ചാണ് വായിക്കുന്നത്. കാർഡുകൾ സ്വയം ഒരു വ്യക്തിയുടെ ജീവിതയാത്രയെ പ്രതിനിധീകരിക്കുന്നു. ആ പ്രതിഫലനത്തിന്റെ രൂപമായി ജീവിതത്തിലെ മാർഗനിർദ്ദേശത്തിനായിട്ടാണ് ടാരോ കാർഡുകൾ ഉപയോഗിക്കുന്നത്. ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ടാരോ എന്നത് ഒരു ആത്മീയ യാത്രയാണ്. ഇത് വായിക്കുന്ന റീഡർ തന്റെ മെഡിറ്റേഷൻ, ഇൻറ്റ്യൂഷൻ, ജേർണലിംഗ്, പ്രാക്ടീസ് എന്നിവയിലൂടെയാണ് ഇത് വായിക്കുവാൻ സാധിക്കുന്നത്. അതിലൂടെയാണ് വായന കേൾക്കാൻ വരുന്ന വ്യക്തിയുടെ ജീവിതവുമായി പ്രതിഫലനം ചെയ്യുന്നത്. ഇതാണ് ഇന്ന് ടാരോനെ കുറിച്ചുള്ള ചരിത്രവും ഉത്ഭവവും. നന്ദി, നമസ്കാരം.